ഫൈറ്റ് അടിപൊളി അടിച്ചു പൊളിച്ചു. കസരം മടക്കിയടിയാണ്. പൊളിയാണ്, സൂപ്പർ. മമ്മൂട്ടി അടിച്ചു പൊളിച്ചു. ആക്ഷനൊക്കെ സൂപ്പർ ആക്ഷൻ. രോമാഞ്ചം വരും ശരിക്കും. പൊളിപ്പടം ഈ പ്രായത്തിൽ ഇത്ര ഉയർന്ന് ചാടിയ ഭയങ്കര ത്രില്ലായി പോയി. ബാസ് ഇതിനപ്പുറമൊന്നുമില്ല, പറയാനൊന്നുമില്ല. പിന്നെ വൈശാഖിന്റെ ഡയറക്ഷൻ, മമ്മൂട്ടി ക്യാമറയുടെ പ്രൊഡക്ഷൻ. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗുണ്ട്, പക്ഷെ സെക്കൻഡ് ഹാഫ് പിക്കപ്പ് ചെയ്ത് ക്ലൈമാക്സ് ഫൈറ്റ് അടിപൊളി. അടിച്ചു പൊളിച്ചു. സൂപ്പർ സിനിമ. ആക്ഷനും ചേസിങ്ങും ഒക്കെ അടിപൊളിയായിരുന്നു. സൂപ്പർ വെറൈറ്റി സീനാണ്, വേറെ ലെവലാണ്. അതെ, ഇറങ്ങിയ സമയത്ത് ഹേറ്റേഴ്സ് ഒക്കെ പറഞ്ഞത് അനിയൻകുട്ടന്മാരെ ഇറക്കി കസേര ഇരുന്നുള്ള ഫൈറ്റാണ് മമ്മൂക്ക. ഇതിനുള്ള ഒരു മറുപടിയാണോ? അതിന്റെയൊക്കെ അപ്പുറത്തുള്ള മറുപടിയാണ് കാണിച്ചു കൊടുത്തേക്കണേ. ഇപ്പൊ കസേര ഒന്നും നമുക്ക് വിഷയമല്ല, കസരം മടക്കിയടിയാണ്. അപ്പൊ ഇവിടെ ഒരു പൂരമാണ്. സിനിമ അല്ലാതെ കോമഡി അങ്ങനെയുള്ള കോമഡി ഉണ്ട്, അത്യാവശ്യം സ്റ്റോറി ഉണ്ട്, അത്യാവശ്യം നമുക്ക് കണ്ടിരിക്കാൻ തോന്നും. വൈശാഖിന്റെ ഒരു വലിയൊരു തിരിച്ചറിവ് തന്നെ. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ചോദ്യം നമ്മൾ ചോദിക്കാൻ പാടില്ല. കാരണം മമ്മൂക്ക തന്നെ പല ഇതിലും പറഞ്ഞിട്ടുണ്ട്, എത്ര പ്രായമായാലും ഞാൻ സിനിമ വിടൂലെന്നുള്ളത്. ആ ലെവലിൽ അതൊന്നും നമ്മൾ മാറ്റർ ചെയ്തൊരു കാര്യമില്ലല്ലോ. നമുക്ക് സിനിമ ആ ലെവലിൽ തന്നെ മമ്മൂക്കയുടെ പെർഫോമൻസ് അത് വേറെ ലെവലാക്കി തന്നെ കാണിച്ചു. ആക്ഷനൊക്കെ സൂപ്പർ ആക്ഷൻ. നിങ്ങൾ തിയേറ്ററിൽ കാണും, തിയേറ്ററിൽ കണ്ട് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക പടം എന്താണെന്ന്. അടിപൊളി പടമാണ്. അങ്ങനെ ഇക്കടെ ആക്ടിങ് പിന്നെ പറയണ്ടോ, സൂപ്പർ പടമല്ലേ. ഫുള്ള് മാസമാണ്. സെക്കൻഡ് ഹാഫ് ഒക്കെ ഫുള്ള് മാസമായിട്ട് വരുന്നത്. ഫുള്ള് ഇടിപ്പടാണ്. കോമഡി ഉണ്ട്. ഫസ്റ്റ് ഹാഫ് ഫുള്ള് കോമഡിയാണ്. സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴാണ് ഫുള്ള് ആക്ഷൻ വരുന്നത്. ഫസ്റ്റ് ഹാഫിൽ 1-2 ഫൈറ്റ് ഉണ്ട്. സെക്കൻഡ് ഹാഫിലാകുമ്പോഴത്തേനും ഫുള്ള് ഫൈറ്റാണ് വരുന്നത്. ക്ലൈമാക്സ് ഫൈറ്റ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. എങ്ങനെ കാർ ചേസിംഗ് ഒക്കെ BGM ക്രിസ്റ്റോ സേവിയറിന്റെ അടിപൊളിയായിട്ടുണ്ട്. BGM ഒക്കെ പക്കായിട്ട് രോമാഞ്ചം വരും ശരിക്കും. നല്ല അടിപൊളി പടം. തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. ഈ മരയത്ത് വന്ന് കാണാം. പുറത്താണത്. പറയാനുണ്ട പടം കണ്ടില്ലേ? അടിപൊളി പടം. ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം അടിപൊളി. എല്ലാം തിയേറ്ററിൽ വന്ന് കാണാം. അഹമ്മദി പടം. ഓ പൊളി. എൻ്റെ പൊന്നെ പറയാനുണ്ട. മമ്മൂട്ടിക്ക് ഒത്തു വന്ന ഒരിത്. ആ പൊളി. മമ്മൂട്ടി അടിപൊളിയായിട്ടുണ്ട്. പടം സൂപ്പറായിരുന്നു. മമ്മൂട്ടി അടിപൊളിയായിട്ട്. ഈ പ്രായത്തിൽ ഇത്ര ഉയർന്ന് ചാടിയ ഭയങ്കര ത്രില്ലായി പോയി. എന്റർടൈൻമെന്റ് ചിരിക്കാനും ഉണ്ട്. നന്നായി കാണാൻ വരുന്നവർക്ക് മമ്മൂട്ടിയുടെ പടം കാണണമെന്ന് തന്നെ പറയുന്നത്. ബാസ് ഇതിനപ്പുറമൊന്നുമില്ല, പറയാനൊന്നുമില്ല. സൂപ്പർ. പൊളിയാണ്, സൂപ്പർ. മമ്മൂട്ടി അടിച്ചു പൊളിച്ച് തകർത്തു. അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. പടങ്ങളുടെ കൂട്ടത്തിലേക്ക് കൂട്ടാവുന്നൊരു പടമാണ്. പിന്നെ പുള്ളിക്കാരൻ്റെ മമ്മൂട്ടിയുടെ 70 വയസ്സായില്ലേ. 70 വയസ്സിൽ പുള്ളി ചെയ്യണേക്കെ കണ്ടാൽ പുള്ളീനെ സമ്മതിച്ചേ പറ്റുള്ളൂ. 70 വയസ്സിൽ ഇങ്ങനെ ഒരു നടൻ ചെയ്യുമെന്ന കാര്യം വിശ്വസിക്കൂല. മൊത്തത്തിലൊരു നല്ല മാസ് മസാല പടം. നല്ലോണം കുഴപ്പമില്ല. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് മൊത്തം. പിന്നെ കാർ ചീസിങ്ങും എസ്പെഷ്യലി കാർ ചീസിങ് അടിപൊളിയായിരുന്നു. മൊത്തത്തോളം അടിപൊളി തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് മമ്മൂട്ടിയുടെ.